പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് 74-ാം വയസ്സ് തികയുന്ന ദിവസം കൂടിയാണ്, പിറന്നാൾ ദിവസമാണ്. അദ്ദേഹത്തിന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഹലോ മലയാളം പിറന്നാൾ ദിന ആശംസകളും ഒക്കെയും ആശംസിക്കുന്നുണ്ട്. അപ്പോൾ ഈ മമ്മൂക്കയുമായി വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ഈ മണിക്കൂറിൽ എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, സംവിധായകൻ സോഹൻ സിനുലാലാണ്. നമുക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ സോഹൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ശ്രീ സോഹൻ, ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഇന്ന് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം മമ്മൂക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ മലയാളികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു ദിവസം പോലും മമ്മൂക്കയെ കാണാത്ത, ആ സംഭാഷണങ്ങൾ കേൾക്കാത്ത, അല്ലെങ്കിൽ മമ്മൂക്ക അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ട് കേൾക്കാത്ത മലയാളികളൊന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ അത്രത്തോളം നമുക്ക് വൈകാരിക അടുപ്പം കൂടിയുള്ളൊരു നായകനാണ് മമ്മൂക്ക. ഇപ്പോൾ ഒരു ഇരട്ടി മധുരം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ അതിജീവിച്ച് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയതിന് ശേഷമുള്ള പിറന്നാൾ ദിവസം കൂടിയാണ്. മാധ്യമങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം അകലം പാലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള ഒരാളുമായി ഈ ദിവസം തന്നെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പിറന്നാൾ ദിനത്തിന് മധുരം കൂടുതലല്ലേ ശ്രീ സോഹൻ? തീർച്ചയായും വളരെ സന്തോഷമുള്ള, വളരെ മധുരം കൂടുതൽ തന്നെയാണ് പറഞ്ഞതുപോലെ ഈ പിറന്നാൾ. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു പിറന്നാളിനും ഇല്ലാത്ത ആവേശം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പിറന്നാളിന് നൽകുന്നുണ്ട്. എന്തായാലും മമ്മൂക്കയെ ഈ പിറന്നാളിന് കയ്യിൽ കിട്ടിയില്ല എന്നുള്ളൊരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ പോലും മമ്മൂക്കയുടെ ഈ പിറന്നാൾ നമുക്ക് എല്ലാവർക്കും വലിയ സ്പെഷ്യൽ തന്നെയാണ്. മമ്മൂക്കയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ശ്രീ സോഹൻ എന്ന സിനിമാ പ്രേമികളായ മലയാളികളായ സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ പിറന്നാൾ ദിനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒന്നിച്ചുള്ള ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, മമ്മൂക്കയ്ക്ക് അങ്ങനെ പിറന്നാൾ, വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ അങ്ങനെ ആഘോഷിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ അല്ല മമ്മൂക്ക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും മമ്മൂക്കയുടെ കൂടെയുള്ള ആൾക്കാർ മിക്കവാറും മമ്മൂക്ക ഏതെങ്കിലും സിനിമയുടെ സെറ്റിലായിരിക്കാനാണ് സാധ്യത, സെറ്റിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ മമ്മൂക്കയെ സ്നേഹിക്കുന്നവർ മമ്മൂക്കയുടെ ഒരു പിറന്നാൾ ഓരോ വർഷവും ആഘോഷിക്കുന്നതൊക്കെ കണ്ട് മമ്മൂക്ക അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. മമ്മൂക്കയ്ക്ക് പേഴ്സണലി ഉള്ള ആഘോഷം ഒരു ചെറിയ കേക്ക് കട്ടിങ്ങിൽ സാധാരണ ചുരുങ്ങാറാണ് പതിവ്. ഓക്കെ, മമ്മൂക്കയുടെ വളരെ അടുത്ത വൃത്തങ്ങളിൽ ഒരാളാണ് ശ്രീ സോഹൻ. ഇപ്പോൾ നമ്മൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ പോലും പറയുന്നത് മമ്മൂട്ടി ചിത്രങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യമാണ് അങ്ങ് എന്നാണ്. അപ്പോൾ ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? അല്ല, ഞാൻ ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് AK സാജൻ ചേട്ടൻ്റെ മമ്മൂക്ക നായകനാവുന്ന പുതിയ നിയമം എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ആക്ഷൻ ഹീറോ ബിജു, എബ്രിഡ് ഷൈനും നിവിനും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ മമ്മൂക്കയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ പോലും മമ്മൂക്കയായിട്ട് അഭിനയിക്കുക എന്നുള്ളത് വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു, വലിയ ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു. ഞാനങ്ങനെ കൂട്ടി ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാനത് പുതിയ നിയമത്തിൻ്റെ മമ്മൂക്കയായിട്ട് അഭിനയിക്കാൻ ചെന്നപ്പോൾ തന്നെ ഈ ടെൻഷൻ കാരണം എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുമോ, അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ ഒരു അവസ്ഥയിലായിരുന്നു. ഞാനത് മമ്മൂക്കയോട് തന്നെ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ മറുപടി, ഒരാളെ ഞാൻ ഒരു തവണയെ പീഡിപ്പിക്കാറുള്ളൂ, നിൻ്റെ പീഡനം ഡബിൾസിൽ കഴിഞ്ഞു, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അഭിനയിച്ചോ, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് ആക്ഷൻ ഹീറോ ബിജു എന്നൊക്കെ എനിക്ക് റിപ്പോർട്ട് കിട്ടി, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്, അപ്പോൾ നീ അഭിനയിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ സപ്പോർട്ടാണ് മമ്മൂക്ക തന്നത്. അപ്പോൾ എന്നെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതായിരുന്നു മമ്മൂക്ക പുതിയ നിയമത്തിൽ എന്നോട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് സിനിമകളിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു. സോഹൻ ചേട്ടൻ ഇപ്പം സംവിധായകനായിട്ടുള്ള ആദ്യ സിനിമ ഡബിൾസ് ആണല്ലോ. അപ്പോൾ അതും മെഗാസ്റ്റാറിനെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം?
മമ്മൂക്കയ്ക്ക് ഒരുപാട് സൗഹൃദങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് മമ്മൂക്ക. ഞാൻ പലപ്പോഴും മമ്മൂക്കയുടെ ഒരു സൗഹൃദത്തെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. മമ്മൂക്കയുടെ വൈക്കത്ത് ചെമ്പിൽ മമ്മൂക്കയുടെ സ്കൂളിൽ മമ്മൂക്കയുടെ ഒരുമിച്ച് പഠിച്ചവരും അയൽവക്കത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള സൗഹൃദം ഇന്നും കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് മമ്മൂക്ക. മഹാരാജസിലും ലോ കോളേജിലും ഒക്കെ പഠിച്ചതും സിനിമയിലും ഒക്കെയുള്ള മമ്മൂക്കയുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വലിപ്പ ചെറുപ്പങ്ങൾ നോക്കിയിട്ട് സിനിമയിൽ വലിയ നിലയിലേക്ക് എത്തുമ്പോൾ അവരുമായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടാക്കുക, ആ രീതിയിലൊന്നുള്ള സൗഹൃദമല്ല, വളരെ ദൃഢമായ വളരെ ആത്മാർത്ഥമായ ഒരു സൗഹൃദ വലയാണ് മമ്മൂക്കക്കുള്ളത്. അതിൻ്റെയൊക്കെ ഒരു സൈഡിൽ എത്താൻ പറ്റി, അല്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്ത് എന്നുള്ളതിനേക്കാൾ എൻ്റെ ഒരു മെൻറ്ററായും ഒക്കെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ചേർത്ത് പിടിക്കാറുണ്ട്, പലരെയും പിടിക്കുന്നത് പോലെ എന്നെയും. അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ക്രോണിക് ബാച്ചിലർ എന്ന് പറയുന്ന സിദ്ദിഖ് സാറ് ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ മമ്മൂക്ക യോട് അടുക്കാൻ സാധിക്കുകയും പിന്നീട് തൊമ്മനും മക്കളും മായാവി എന്ന ഷാഫി സാറിൻ്റെ ചിത്രങ്ങളിലൊക്കെയാണ് മമ്മൂക്കയോട് കൂടുതൽ അടുക്കുന്നത്. അത് പിന്നീട് ഡബിൾസിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നൊരു ബന്ധം, ഊഷ്മളമായൊരു ബന്ധം. ഓക്കെ, അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചത്, ഓരോ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്ത അദ്ദേഹം രോഗവിമുക്തനായി അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഹൻ ചേട്ടനൊക്കെ ഒരുപക്ഷെ നേരിട്ട് അറിവുള്ളതായിരിക്കാം. എങ്ങനെയായിരുന്നു ആ നാളുകളെയൊക്കെ നിങ്ങൾ അതിജീവിച്ചത്? വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് മമ്മൂക്കയെ ഫോണിൽ വിളിക്കാനോ അതിനെ പറ്റിയിട്ട് ചോദിക്കാനോ ഒക്കെ വലിയ വിഷമമായിരുന്നു. എനിക്കറിയില്ല മമ്മൂക്ക അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന്. പിന്നീട് ഞാൻ വിളികളൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ ജോർജ് ചേട്ടനെയും ആൻഡോ ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കായിരുന്നു. ഞാൻ നേരിട്ട് വിളിക്കാനും എനിക്കെന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ കുറവായിരുന്നു വിളി. ഇപ്പോൾ ലോക ഇറങ്ങിയപ്പോൾ ഞാൻ ആ സിനിമയെ പറ്റിയിട്ട് അറിയാൻ മമ്മൂക്കയെ വിളിച്ചപ്പോൾ മമ്മൂക്ക എന്നോട് ഇങ്ങോട്ട് സൂചിപ്പിക്കുകയും ചെയ്തു, നീയാണ് എന്നെ ഏറ്റവും കുറവ് വിളിച്ചതെന്ന്. അതും ഒരു ചെറിയ വിഷമമായിരുന്നു. എന്തായാലും മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി ഈ പിറന്നാൾ ദിനം ആഘോഷിക്കുന്നു. മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ദിനം ആഘോഷിക്കുന്നു എന്നുള്ളതിലൊക്കെ ഉള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ. ഇപ്പം കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഈ കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ ശാസിക്കുക അല്ലെങ്കിൽ വഴിമാറി നടക്കുമ്പോഴൊക്കെ തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം സോഹൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. മമ്മൂക്ക വളരെ ഹൃദയം കൊണ്ടാണല്ലോ മമ്മൂക്ക സൗഹൃദത്തിലും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ബന്ധത്തിലുള്ള ആൾക്കാരോടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മളുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായ പ്രതികരണം മമ്മൂക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് മലയാള സിനിമയിലെ എന്താ പറയുക, അതിന് ഇരയാവാത്ത ടെക്നീഷ്യന്മാരോ നടീനടന്മാരോ വിരളമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ശരി, ഒത്തിരി സന്തോഷം സോഹൻ ചേട്ടാ. അപ്പം അവസാനമായിട്ട് മമ്മൂക്കയ്ക്ക് ഒരു പിറന്നാൾ ആശംസ നമ്മുടെ ഹലോ മലയാളത്തിലൂടെ ആയാലോ? സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ നമ്മുടെ ഹലോ മലയാളത്തിലൂടെയും കൂടി മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷിക്കാൻ സാധിച്ചതിലും ഇതിലൂടെ മമ്മൂക്കയ്ക്കൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് പറയാൻ സാധിച്ചല്ലോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക, ലവ് യു. വലിയ സന്തോഷം. താങ്ക് യു. ഓക്കെ, ശരി, ഒത്തിരി സന്തോഷം സോഹൻ ചേട്ടാ. അപ്പോൾ നല്ലൊരു ദിവസം കൂടി ആവട്ടെ ഇന്ന്.